Hello. Welcome to Market Discussion of the Day. Today, December 31st, 2024. ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ദിവസമാണ്. അതുകൊണ്ടിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസം കൂടെയാണ്. ഓക്കെ, സോ നാളെ നമുക്ക് മാർക്കറ്റ് അവധിയായിരിക്കും. ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വന്ന കലണ്ടർ ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇന്നത്തെ ദിവസം ഇല്ല. പക്ഷേ നമ്മളിന്ന് മാർക്കറ്റിൽ ഭയങ്കര കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. കാരണം എന്താ പറയുക, സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ ഒരു വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന സിംഗിൾ ക്യാൻഡിൽസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ദിവസമാണ്. ഓക്കെ, കാരണം വലിയ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് അവരൊക്കെ ഫണ്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന സമയമാണ് ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നാളെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ ജനുവരി 5-ാം തീയതിക്ക് ശേഷമാണ് നോർമലി വലിയ ഫണ്ടുകൾ വരുന്നത്. അല്ലെങ്കിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറ്റതിന് ശേഷം ജനുവരി 20-ന് ശേഷമായിരിക്കും വലിയ ഫണ്ടുകൾ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്. പക്ഷേ അതിൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ എന്താ പറയുക, അവരുടെ ഫണ്ടിൻ്റെ പകുതി ഇന്നത്തെ ദിവസം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ മാർക്കറ്റിൽ സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ ഭയങ്കരമായ മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കുക, സ്റ്റോപ്പ് ലോസ് ഇടുക, റിസ്ക് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് യൂറോപ്പിലോട്ട് നിർത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൊരു ന്യൂസും ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കമ്മോഡിറ്റീസിൻ്റെ വില കൂടും, പെട്രോളിയത്തിൻ്റെ വില കൂടും, അതേപോലെ തന്നെ ഗോൾഡിൻ്റെയും വില കൂടാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് അങ്ങനെ ഒരു ന്യൂസ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ രണ്ട് പോസിബിലിറ്റിയും നമ്മുടെ മനസ്സിലിരിക്കുക. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ യൂറോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ യൂറോ താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഗോൾഡ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതേപോലെ പെട്രോളിയം ഓയിൽ ആൻഡ് ഗ്യാസ് മുകളിലോട്ട്, പെട്രോളിയത്തിൻ്റെ റേറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് അൺസർട്ടൺ ആണ് ആക്ച്വലി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ട്രേഡ് ചെയ്യേണ്ടെന്നല്ല, ഇന്ന് നമുക്ക് ടെക്നിക്കൽസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് ഇടണം എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽസിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ കഴിഞ്ഞ ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ് ആണ്. 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും നടക്കുന്നത്. 1 മണിക്കൂർ വെച്ചിട്ട് ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടായിരിക്കും നമ്മൾ മലയാളത്തിൽ ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, സോ അതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽസ്, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിൽ പറയുമ്പോൾ JPY ഇന്നലെ 158 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് അവിടെ തട്ടി താഴോട്ട് പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഓൾമോസ്റ്റ് ഒരു 200 പിപ്സ് താഴോട്ട് വന്ന് 156 നിന്ന് സപ്പോർട്ട് എടുത്ത് 156 നിന്ന് ഇപ്പോൾ സപ്പോർട്ട് ബിൽഡ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് 156-ന്റെ മുകളിലാണ് അല്ലേ. അപ്പം ഞാൻ ഇന്നലത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 156-ന്റെ മുകളിലാണ് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിന് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇന്ന് രാവിലെ 9 മണിക്ക് UK ടൈമിംഗ് 9 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്ക് അവിടുന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 50 പിപ്പിന് മുകളിലായിട്ട് ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 158 ആണ്. ഉറപ്പായിട്ടും വീണ്ടും 158-ന് അടുത്ത് വെച്ച് വീണ്ടും റെസിസ്റ്റ് ചെയ്യും. 157.70 അല്ലെങ്കിൽ 157.80 നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ് JPYയിൽ. ഓക്കെ, സോ ഇവിടുന്ന് ഇനിയിപ്പോൾ താഴോട്ട് പോയില്ല എങ്കിൽ, ഇപ്പം ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്ത് വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ ഇവിടുന്ന് താഴോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു 157.50 അല്ലെങ്കിൽ ഇന്നലത്തെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. മാർക്കറ്റ് വീണ്ടും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യും എന്നുള്ളൊരു സൂചനയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നല്ലൊരു സെല്ല്, ഒരു 100% ഉറപ്പായിട്ടുള്ളൊരു സെല്ല് നമുക്ക് അവിടുന്ന് എടുക്കാം. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലായതുകൊണ്ടിട്ട്. ഓക്കെ, സോ അത് മാത്രമല്ല, JPYയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയുക, ജപ്പാനിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടാനുള്ള കുറേ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം. ഓക്കെ, സോ ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ലോങ്ങർ ടേമിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം, യൂറോയിൽ ഇന്നലെ നമ്മൾ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ എവിടെ 1.044 റേഞ്ചിൽ നിന്ന് 1.03
87, ഓൾമോസ്റ്റ് ഒരു എത്രയാണ്, ഒരു 70 പിപ്സ് അടുപ്പിച്ച് ഒറ്റ സിംഗിൾ ക്യാൻഡിൽ യൂറോയിൽ നമ്മൾ കണ്ടു. അത് ആക്ച്വലി അത് ഗോൾഡിലൊക്കെ സിംഗിൾ ക്യാൻഡിൽ സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഒരു യൂറോ പോലത്തുള്ള കറൻസിയിലൊക്കെ അത് വളരെ കുറവാണ് നമ്മളങ്ങനെ കാണുന്നത്, അല്ലേ? സോ അത് അങ്ങനെയൊക്കെ സംഭവിക്കും, കാരണം മാർക്കറ്റിൽ വോളിയം ഇല്ല, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു ട്രേഡും ഈ ഒരു പർട്ടിക്കുലർ ഒരിക്കലും എടുക്കരുത്, പർട്ടിക്കുലർ ടൈമിൽ പ്രത്യേകിച്ച് എടുക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, സോ അപ് ട്രെൻഡ് ആണ്, മുകളിലോട്ട് തന്നെയാണ് നമ്മളുടെ യൂറോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബൈ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1.0500 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂറോയിലുള്ളൂ. അതുവരെ നമ്മൾ യൂറോയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത്. ഓക്കെ, സോ യൂറോയിൽ ഒരു ബെറ്റർ ബൈ 1.0700 മുകളിലൊരു ബെറ്റർ ബൈ ഉണ്ട്. അപ്പം നമുക്ക് 1.05 നിന്ന് എടുക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ട് 1.07 അടുത്ത് വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം 1.07 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും അവിടുന്ന് ബൈ ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് യൂറോയിലുള്ള ഓപ്പർച്യൂണിറ്റി. ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല യൂറോയിൽ. ഓക്കെ, അതേപോലെ GBPയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.25445 ആ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നലെ നമുക്ക് GBP വീണ്ടും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നു. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് മാർക്കറ്റ് നിന്നുകൊണ്ടിരുന്നത് ഈ ഒരു റേഞ്ചിലൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എത്രയാണ്, 1.259 അതായത് 1.26 ക്രോസ് ചെയ്തില്ല, മുകളിലോട്ട് പോകാൻ പറ്റാതെ അവിടുന്ന് താഴോട്ട് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്, അല്ലേ? മാർക്കറ്റ് അവിടുന്ന് ഞാൻ ഒരിക്കലും GBP സെല് ചെയ്യാൻ പറയത്തില്ല, ഓക്കെ, അതുകൊണ്ടാണ് സെല് ചെയ്യാൻ പറയാഞ്ഞത്. പക്ഷെ നമുക്ക് കറക്റ്റ് മോളിൽ ഇവിടുന്ന് നമുക്ക് നല്ലൊരു 1.2510 അടുത്ത് വെച്ച് ഇവിടെ വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അല്ലേ? അവിടെ വെച്ച് നമുക്ക് നല്ലൊരു ബൈ കിട്ടിയിട്ടുണ്ട്. ആ ബൈ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് ഒരു 50 പിപ്സിൻ്റെ പ്രോഫിറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് GBPയിൽ പറയാനായിട്ടുള്ളൊരു കാര്യം, അല്ലേ? വീണ്ടും മാർക്കറ്റ് 1.25250 അടുത്ത് 1.2510 1.2520 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. വീണ്ടും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അങ്ങനെ കിട്ടിയാൽ ചിലപ്പോൾ മാർക്കറ്റ് ഒരു സിംഗിൾ ക്യാൻഡിലൊക്കെ ചിലപ്പോൾ മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ പോകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഉറപ്പായിട്ടും മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് തന്നെ മാത്രം GBPയിൽ ഇന്ന് ട്രേഡ് ചെയ്യാം. അത് മാത്രമല്ല, നോർമലി നമ്മൾ ഇപ്പോൾ ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ പകുതി എടുത്താൽ മതി ഇന്നത്തെ ദിവസം. ഓക്കെ, 0.5 എടുത്താൽ മതി ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന്. കാരണം ഇന്നത്തെ ദിവസം അത്ര നല്ല ദിവസം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചിലപ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാവാം, ചിലപ്പം ഹെവി ലോസ് ഉണ്ടാവാം. അതുകൊണ്ടിട്ട് നമ്മൾ ചെറിയ ലോട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കത്തില്ലേ ബെറ്റർ, അല്ലേ? സോ ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം GBPയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞില്ല. GBPയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് 1.0450 താഴെയായിട്ട് 0450 അടുത്തായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഇന്നലെ നമ്മൾ ആക്ച്വലി ഗോൾഡിനകത്ത് നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് നിന്നുകൊണ്ടിരുന്നത് മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലായിരുന്നു 2619. ഓക്കെ, അതായത് യൂറോപ്പൊക്കെ ഓപ്പൺ ആയ സമയത്തായിരുന്നു. ഓക്കെ, സോ നമുക്ക് യൂറോപ്പ് ഓപ്പൺ ആയത് ഇവിടെയായിരുന്നു. ഓക്കെ, സോ യൂറോപ്പൊക്കെ ഓപ്പൺ ആയ സമയത്താണ് നമുക്ക് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റ് നിന്നത്. ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ ഓപ്പൺ ആയത് 2623 റേഞ്ചിലായിരുന്നു ഏഷ്യ ഓപ്പൺ ആയത്. ഓക്കെ, സോ അതേപോലെ യൂറോപ്പ് ഓപ്പൺ ആയത് 2611. ഇപ്പോൾ ഏഷ്യ ഓപ്പൺ ആയപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, 2630 മുകളിലായിട്ടാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 2615 മുകളിലാണെങ്കിൽ ബൈ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഏഷ്യ ഓപ്പൺ ആയപ്പോൾ 2623. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, സോ നേരെ മറിച്ച് യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് 2615 താഴെയാണ്, അപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ US ഓപ്പൺ ആയ സമയത്ത് 2621. ഓക്കെ, അപ്പോഴും സത്യം പറഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, സോ നമുക്ക് അതിനുശേഷം 2 മണിക്കുള്ള ക്യാൻഡിൽ 2606 പോയി, പിന്നീട് 2600
എന്താ പറയുക, നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഈ യൂറോപ്പൊക്കെ ക്ലോസ് ആയ സമയത്ത് 2599, ഓക്കെ, ആ ഒരു റേഞ്ചിൽ വന്നത്. മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് 2600 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ബൈ എടുക്കണം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. 592 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടാൻ പറഞ്ഞു. അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല. അവർ ഓൾമോസ്റ്റ് ഒരു 170 പിപ്പോളം പ്രോഫിറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനെ ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, സോ അങ്ങനെ തന്നെ മാർക്കറ്റിനെ കാണുക. എന്താ പറയുക, മാർക്കറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തും വേണമെങ്കിലും സംഭവിക്കാം. ഉറപ്പായിട്ട് 2600 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 1 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ട് ട്രേഡ് ചെയ്യുക. കാരണം 2680 പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിലുള്ള ബാക്കി ലോട്ടുകൾ എടുക്കാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് ഇന്നൊരു റിസ്കി ഡേ ആണെന്ന് എനിക്കറിയാം. ഓക്കെ, വലിയ വലിയ ക്യാൻഡിൽസോ സിംഗിൾ ക്യാൻഡിൽസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ സപ്പോസ് നാളെ ഈ യൂറോപ്പിൻ്റെ ഈ പറയുന്ന പൈപ്പ് ലൈൻ അവർ ഇങ്ങോട്ടുള്ള സംഭവം തടഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ റേറ്റ് ഫ്ലൈ ചെയ്യും. ഗോൾഡ് ഭയങ്കരമായിട്ട് മുകളിലോട്ട് പോകും. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഗോൾഡിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഗോൾഡിൽ ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറയില്ല. പക്ഷെ അത് വേണം എന്നുണ്ടെങ്കിൽ റിസ്കി ട്രേഡ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചാൽ, പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് ഗോൾഡിൽ ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, ചിലപ്പോൾ ഞാനൊരു 0.1 ലോട്ടൊക്കെ ചിലപ്പോൾ എടുക്കുമായിരിക്കും. എനിക്കൊരു തോന്നലുണ്ടായാൽ 2680 കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ട്രേഡ് എടുക്കും. 2600 കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെറിയൊരു ലോട്ട്, ഒരു 0.2 ലോട്ടൊക്കെ ചിലപ്പോൾ ട്രേഡ് എടുക്കേണ്ടതാണ്. ഓക്കെ, പക്ഷെ ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് GBP ആണ്. GBPയിൽ 1.2500 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നല്ല ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ്, ഏറ്റവും ലാസ്റ്റ് ദിവസമാണ് ഈ വർഷത്തെ. ഓക്കെ, സോ വലിയ വലിയ ക്യാൻഡിൽസ് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി, സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെറുതെ അടിച്ചു പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ വളരെ ലോ വോളിയം മാർക്കറ്റിലോട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാഴ്ചപ്പാടിൽ ചെയ്യുക. വളരെ ചെറിയ എമൗണ്ട് മാത്രം മാർക്കറ്റിലോട്ട് ഇടുക അല്ലേ. ആ ഒരു കാര്യമാണ് മാത്രമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയും ആണ് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും നാളെ മാർക്കറ്റ് അവധിയാണ്, അപ്പം മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് അടുത്ത വർഷം മറ്റന്നാൾ 2nd of January നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.